പൈസ ഞങ്ങൾ റെഡിയായിട്ട് വെറുതെ ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇത് ചൗക്കി ഘട്ട് എന്ന് പറഞ്ഞൊരു ഘട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് ഓരോ ഘട്ടുകൾ. ഇത് ഗംഗാ നദിയാണ് ഈ കാണുന്നത്. ഇതിലൊരു ബോട്ടൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ബോട്ടുകളെല്ലാം ഈ ഗംഗ ആരതി കാണാൻ വേണ്ടിയുള്ള ആൾക്കാർ പോകുന്നതും പിന്നെ ബോട്ട് സർവീസും ഒക്കെ ഉണ്ട്. ഗംഗാ നദിയെ കൂടെയുള്ള ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ. ഇതെനിക്കൊന്ന് നമ്പർ 1 ആദ്യത്തെ ഘട്ടമാണ് തോന്നുന്നു ഇവിടെ, ചൗക്കി ഘട്ട്. ഇങ്ങനെ വെറുതെ ഈ വെയിലത്ത് നടക്കുകയാണ്. ഇതേ ഒരു സ്വാമി നിൽക്കുന്നു, ഹരിചന്ദ്ര സ്വാമി. ഇത് ക്ഷേമേശ്വർ ഘട്ടാണിത്. ക്ഷേമേശ്വർ ഘട്ട്. ഇതാ ക്ഷേമേശ്വർ ഘട്ട് അല്ലേ ഗൈസ്? ഇത് മാനസ സരോവർ ഘട്ട്. ഇങ്ങനെ ഒരുപാട് ഘട്ടുകളുണ്ട് ഇവിടെ, ഒരുപാട്. ഇങ്ങനെ നിരന്ന് നടന്നു പോയി കഴിഞ്ഞാൽ എല്ലാം ഓരോ ഘട്ടുകളാണ്. ഇത് പണ്ട് ഓരോ രാജാക്കന്മാർ ഓരോ ദേശത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന രീതിയിൽ ഉണ്ടാക്കിയ ഘട്ടുകളാണ് ഇതെല്ലാം. ഭയങ്കര വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ. ഇതേതാണെന്നറിയാം, നാരദ് ഘട്ട്. കണ്ടോ, നാരദ് ഘട്ട് കണ്ടോ ഗൈസ്? നമ്മളങ്ങനെ റൂമിൽ വന്നിട്ട് കുറച്ച് ഒരു മണിക്കൂറൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ചെറുകെ ഇവിടെ താഴോട്ട് ഇറങ്ങി വന്നതാണ്. ഞങ്ങൾ ഹരിചന്ദ്ര ഘട്ടിലാണ് ഞങ്ങൾ റൂം എടുത്തത്. അതിൻ്റെ താഴോട്ടിറങ്ങി ഇങ്ങനെ വെറുതെ നടന്നു പോവുകയാണ്. ഇവിടെ ഒരുപാട് ഘട്ടുകളുണ്ട്. ഇത് പാണ്ഡേ ഘട്ട്. ഇതെന്തൊരു ജ്യൂസാണ്. ഓ, അവിടെ ജ്യൂസൊക്കെ വിൽക്കാനുണ്ടെന്ന്. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും ഒരു 100 വർഷം പുറകിലോട്ട് നമ്മൾ പോയ പോലെ തോന്നും. അത്രയ്ക്ക് പഴമയാണ് പോലും. ഇത് ഒരു പഴയ വാട്ടർ ടാങ്ക് ആണെന്ന് തോന്നുന്നു. ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇവിടെ ഒരു മ്യൂസിയത്തിൽ വന്നേ. ഇതിലെ കൂടെയാണ് നമ്മൾ മ്യൂസിയത്തിലോട്ട് വന്നത്, താഴേന്ന്. ഇത് ശ്രീ നരേന്ദ്രമോദിജിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തേക്കുന്നത്. ഇത് പുതിയതായിട്ടുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഇവിടെ വാരണാസിയുടെ ചരിത്രമാണ് ഇവിടെ എല്ലാം ചുവർച്ചിത്ര രൂപേണ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഗംഗാ നദി ഉത്ഭവിച്ചത് എങ്ങനെയാണെന്നുള്ളത് അതിനെക്കുറിച്ചൊരു ഹിസ്റ്ററി, ഒരു 3D ഷോ ഉണ്ട്. അപ്പോൾ ഇപ്പം തന്നെ തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് 3D ഷോ കാണാൻ വേണ്ടി. ഈ മ്യൂസിയത്തിലേക്ക് എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് 25 രൂപയായിരുന്നേ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ മുകളിലത്തെ നിലയിലോട്ട് പോയേ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഗംഗാ നദിയൊക്കെ നമുക്ക് മുകളിൽ നിന്ന് കാണാം. ചിലപ്പോൾ ഉള്ളതാണ് ഇല്ലെന്ന് നമുക്കറിയാം. ഗൈസ്, ഇത് നമ്മുടെ സൂര്യൻ്റെ നിഴൽ ഉപയോഗിച്ച് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു വാച്ചാണ്. അത് കറക്റ്റ് ആക്യുറേറ്റ് ആണ് ടൈം. നമ്മൾ 1:30 1:30 അതിൻ്റെ അത് കാണിച്ചിരുന്നത്. കറക്റ്റായിരുന്നു. ഇവിടെ അങ്ങ് ദൂരെ ഗംഗ കാണാൻ. ദൂരെ അല്ല, തൊട്ടടുത്ത് തന്നെ. ഞങ്ങളങ്ങനെ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. ഉച്ചയായ ഒരു ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചപ്പോൾ ഒന്നും അത്ര ഗുണമില്ല. അതുകൊണ്ട് അവിടെ നിന്ന് കഴിച്ചില്ല. പകരം വെളിയിലോട്ട് ഇറങ്ങിയിട്ട് എല്ലാം കഴിക്കാമെന്ന് വെച്ച് നടന്ന് പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. നടന്നിടന്ന് ഉൾപ്പാടായി. അങ്ങനെ ഇവിടെ ഇപ്പം നമ്മൾ ഈ കാശി ക്ഷേത്രത്തിന് മുന്നിലുള്ള ഘട്ടിൽ വന്നിട്ടുണ്ട്.
ഇവിടെയാണ് ഗംഗാരതി എല്ലാം നടക്കുന്നതിൻ്റെ ഇവിടെയാണ്. ഇവിടെയാണ് ഗംഗാരതി നടക്കുന്നത്. ഇത് അമ്പലത്തിലേക്കുള്ള പടവുകളാണ് കാണുന്നത്. ഇവിടെ നമുക്ക് ഗംഗയിൽ കുളിച്ചിട്ട് അമ്പലത്തിലോട്ട് ദർശനത്തിന് പോകാം. പിന്നെ അതിനപ്പുറം കാണുന്നതാണ് മണികർണിക ഘട്ട്. ബോഡിയൊക്കെ കത്തിക്കുന്ന സ്ഥലമാണ് കാണുന്നത് തൊട്ടപ്പുറത്ത്. ഗൈസ് ഒരു പ്രത്യേക വൈബാ ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഹരി ഇവിടെ നിൽക്കുന്നു. അങ്ങനെ മണികർണിക ഘട്ടിലേക്ക് പോവുകയാണ്. അതേ ഒരു ഡെഡ് ബോഡി തന്നെ കൊണ്ടുപോകുന്നു. ഇത് നേരെ കൊണ്ടുപോയിട്ട് ഗംഗയിൽ ഒന്ന് മുക്കിയിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇത് കത്തിക്കുന്നത്. അതെ 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 ഗൈസ്, ഇതാണ് മണ്ണിൽ താണുപോയ ക്ഷേത്രം, രത്നേശ്വർ മഹാദേവ് ടെമ്പിൾ, വാരണാസിയിലെ. ഇത് മണികർണിക ഘട്ടിന് തൊട്ട് സമീപമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടോ, എത്ര പഴയ കെട്ടിടങ്ങളാണെന്നറിയാമോ ഇതൊക്കെ. ഗൈസ്, ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നും ഗംഗയിലേക്ക് ഇറങ്ങാനുള്ള പടികളുണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്, കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ധാരാളം ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്രീ രവിശങ്കർ അദ്ദേഹവും കുറേ ആൾക്കാരുടെ സ്വാമിമാരെല്ലാം കൂടെ അങ്ങോട്ട് പോകുന്നു. ഭയങ്കര സെക്യൂരിറ്റിയാണെന്ന് തോന്നുന്നു പുള്ളിക്ക്. ഒരുപാട് പോലീസുകാരൊക്കെ ആയിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയി. ഇതാണ് ഗംഗ ആരതി നടക്കുന്ന സ്ഥലം എന്നാണ് തോന്നുന്നത്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഗംഗാരതി കണ്ടിട്ട് റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 6:30ക്കാണ് ഗംഗ ആരതി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിങ്ങിലാണ്. ഗൈസ്, ആരതി കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കുറേ നേരം കൊണ്ട് ഇവിടെ ഇരിക്കുക. വലിയ ആളൊന്നുമില്ല. ഞങ്ങൾ കയറി ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളതേ ഭയങ്കര ആളും അവിടെ ബോട്ട് വന്ന് നിറഞ്ഞു നിൽക്കുന്ന. പക്ഷെ ഇവിടെ ആരും ഒന്നും കാണുന്നില്ല. ഇനി ഇവിടെ ആണോ ഇല്ലയോ എന്ന് അറിയത്തുമില്ല. ആരും കൂടി ഇത് ചോദിക്കണം ഇപ്പം. ഗൈസ്, ഗംഗ ആരതി നടക്കുന്നത് അവിടെ അല്ല കേട്ടോ, വേറൊരു ഘട്ടിലാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് കുറച്ച് അടുത്ത് തന്നെ. ഇവിടെ കുറേ വിദേശികളിരുന്ന് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വായിക്കുന്നു കേട്ടോ. അവിടെ ആ ഗിറ്റാറിൻ്റെ കവർ ബോക്സ് ഉണ്ടല്ലോ, അതിൽ കാശൊക്കെ ഇടുന്നുണ്ട് ആൾക്കാർ.
അങ്ങനെ ഗംഗാ ആരതിയൊക്കെ കണ്ടു ഞങ്ങൾ നേരെ വല്ല ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഹോട്ടലിൽ തപ്പി പോവുകയാണ്. ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു. അവസാനം ഞങ്ങൾ വൈകുന്നേരത്തേക്ക് നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു. ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ല, കാരണം നല്ല ഹോട്ടൽ തപ്പി കിട്ടിയില്ല. പിന്നെ അവസാനം കുറച്ച് പഴവും വെള്ളം കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഗംഗാരതി എല്ലാം കണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ട് ബാലാജി ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു. നല്ല അടിപൊളി സൗത്ത് ഇന്ത്യൻ മീൽസ് ഒക്കെ കിട്ടും. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു സലാഡ് കൊണ്ട് തന്നെ, ഉള്ളിയും പിന്നെ പച്ചമുളകും അച്ചാറും, പിന്നെ ഒരു കർഡ് റൈസും പിന്നെ ഒരു മഷ്റൂം ഫ്രൈഡ് റൈസുമാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ. ഇത് ഹരിചന്ദ്രഘട്ടിനടുത്താണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് റൂമിൽ വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.